സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മളുടെ പ്ലാന്റിലെ സെക്സ് ഓർഗൻ ആണ് ഫ്ലവർ. നമ്മൾ ഈ കാണുന്ന പ്ലാന്റിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതിൻ്റെ സൈസ് ആയിക്കോട്ടെ, കളർ ആയിക്കോട്ടെ, ചിലപ്പോൾ നല്ല നല്ല ഫ്രാഗ്രൻസ് ഉണ്ടാവും, നല്ല കുറേ ഫ്ലവേഴ്സിന് അല്ലേ? എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓരോരോ പ്ലാന്റ്സിനും പെർട്ടിക്കുലർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മെയിൻലി പോളിനേഷൻ നടക്കാനാണ്. പോളിനേഷൻ നടന്നു കഴിഞ്ഞാലേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. സോ ഈ പോളിനേഷൻ നടക്കണമെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസ് വേണം, അല്ലെങ്കിൽ പോളിനേറ്റേഴ്സ് എന്ന് പറയാം. അതായത് ഇൻസെക്ട്സ്, ബേർഡ്സ്, വിൻഡ്, വാട്ടർ, ഇതൊക്കെ എന്താണ്? പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. അതായത് അതിനെ സഹായിക്കുന്ന, പോളിനേഷന് സഹായിക്കുന്ന ആൾക്കാരാണ്. സോ ആ പോളിനേറ്റിംഗ് ഏജൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ പ്ലാന്റ്സിന്, ഓരോരോ ഫ്ലവേഴ്സിന് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നൈറ്റിൽ നല്ല ജാസ്മിനൊക്കെ നല്ല ഫ്രാഗ്രൻസ് ആയിരിക്കും അല്ലേ? ആൻഡ് ഓൾസോ ചിലപ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ ഈ മറ്റേ മദ്രാസ് മുല്ല പോലെയുള്ള ഫ്ലവേഴ്സിനൊക്കെ ചിലപ്പോൾ ചെറിയ ഫ്ലവർ ആയിരിക്കും, പക്ഷെ അതിൻ്റെ സ്മെല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയോ ലോങ് നമുക്ക് ആ സ്മെല്ല് കിട്ടും. അപ്പോൾ ആ ഒരു പോളിനേറ്റിംഗ് ഏജൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഓരോരോ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്, അതിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ടു സ്റ്റിഗ്മ. അതായത് ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് എന്താണ് ഈ പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യാണ് പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് പോളിനേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫ്ലവറിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ബൈസെക്ഷൽ ഫ്ലവറും ഉണ്ട്, യൂണിസെക്ഷൽ ഫ്ലവറും ഉണ്ട്. അതായത് ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് സെക്സ് ഓർഗൻ, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉള്ളതാണ് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. ചില പ്ലാന്റ്സ് യൂണിസെക്സ് ആയിരിക്കും, അതായത് ആ ഒരു പ്ലാന്റിൽ മെയിൽ ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫീമെയിൽ ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവറിന്റെ കേസ് എടുത്ത് നോക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ്? പോളൻ ഗ്രെയിൻസ് ഇവിടെ കാണാം. ഈ പോളൻ ഗ്രെയിൻസ് എന്താണ്? ഈ പോളിനേറ്റർ ആയിട്ടുള്ള ഈ ഒരു ബി കണ്ടോ, ഹണി ബി. സോ ഈ ഒരു ഹണി ബി എന്താ ചെയ്യണേ? ഈ പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്യുക. ആക്ച്വലി ഇത് നെക്ടർ കുടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സോ ഈ നെക്ടർ കുടിക്കുന്ന സമയത്ത് ഇതിനെന്താണ്, ഈ പോളൻ ഗ്രെയിൻസ് അതിന്റെ ഈ ഒരു അതിന്റെ അപ്പൻഡേജസിലൊക്കെ, അതിന്റെ കൈകാലിലൊക്കെ എന്ത് ചെയ്യും? സ്റ്റിക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവും. അത് പിന്നെ അടുത്തൊരു ഫ്ലവറിലേക്ക് പോയിരിക്കും. അടുത്ത ഫ്ലവറിലേക്ക് പോയിരിക്കുമ്പോൾ ഈ ഒരു പോളൻ ഗ്രെയിൻസ് എന്താണ്, അടുത്ത ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ കൊണ്ടേ എന്ത് ചെയ്യും? ഓൾമോസ്റ്റ് അതിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ ചിലപ്പം അറ്റാച്ച് ആയി മാറും, അവിടെ ചിലപ്പോൾ തട്ടിപ്പോവും. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി പോളിനേഷൻ നടക്കും. ഓക്കെ, അടുത്ത ഫ്ലവറിലേക്ക് ചിലപ്പം നെക്ടർ കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഹണി ബി പോകുന്നുണ്ടാവുക. പക്ഷെ അവിടെ മെയിൻലി എന്താണ്, ഈ ഒരു ഫ്ലവറിന് അതിന്റെ സ്റ്റിഗ്മ ഉണ്ട്, ഇത്രയും ലോങ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് മെയിൻലി ഈ ഒരു ഹണി ബി അവിടെ വന്നിരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി എന്താണ്, ആദ്യം തന്നെ ഈ ഒരു പാർട്ടിലേക്കും ചിലപ്പം വന്നെത്തുക, കാരണം അതിന്റെ പെറ്റലൊക്കെ സ്മോൾ ആണ് അല്ലേ? പക്ഷെ ഇതിന്റെ ഈ ഒരു സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ വളരെ ലാർജ് ആണ്. അപ്പൊ അതിലേക്ക് വന്നിട്ടാണ് ഈ ഒരു ഹണി ബി അല്ലെങ്കിൽ ഈ ഒരു പോളിനേറ്റിംഗ് ഏജന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്ട്ലി അതിന്റെ അപ്പൻഡേജസിലൊക്കെ ഉണ്ടായിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് ഇതിലേക്ക് തട്ടിപ്പോവും. അങ്ങനെ അവിടെ പോളൻ ഗ്രെയിൻസ് നടക്കും. സോ ഇവിടെ എന്താണ്, പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ ആണ് ത്രൂ പോളിനേറ്റർ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസ്. എന്നിട്ട് അടുത്ത ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഒരു മ്യൂച്വലിസം ആണ്. അതായത് ഒരു പ്ലാന്റിന്റെയും ആനിമലിന്റെയും ഒരു മ്യൂച്വലിസം ആണ്. എന്താണ് മ്യൂച്വലിസം? അതായത് അവരുടെ ഇടയിലുള്ളൊരു ഇന്റർ റിലേഷൻഷിപ്പ് ആണ്. അവിടെ രണ്ട് ഓർഗാനിസത്തിനും ബെനിഫിറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇവിടെ ഹണി ബീക്ക് നെക്ടർ കിട്ടും, ആൻഡ് ഓൾസോ പ്ലാന്റിന് എന്താണ്, അവിടെ പോളിനേഷൻ നടക്കുകയും ചെയ്യും. അപ്പൊ രണ്ടിനും എന്താണ്, ബെനിഫിഷ്യൽ ആണ്. ദെൻ ഇൻസെക്ട്സ്, ബേർഡ്സ്, അതേപോലെ തന്നെ വിൻഡ്, വാട്ടർ ഒക്കെ എന്താണ്, പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. സോ ഫ്രാഗ്രൻസും കളറും ഒക്കെ മെയിൻലി എന്തിനാണ്, ഈ ഒരു പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് വാട്ടറും അതേപോലെ തന്നെ വിൻഡും, ദേ ആർ ഓൾസോ പോളിനേറ്റിംഗ് ഏജൻസ്. സോ ഒരു ഫ്ലവറിന്റെ ഷേപ്പും അതിന്റെ നേച്ചറൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള വിൻഡിനും അതേപോലെ തന്നെ വാട്ടറിനും എന്താണ്, പോളിനേഷൻ നടക്കാൻ വേണ്ടി, പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ മിക്ക പ്ലാന്റ്സിനും മോർ ദാൻ വൺ പോളിനേറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, കുറെ ചിലപ്പം ഒരു ഫ്ലവറിന് ഇൻസെക്റ്റും ഉണ്ടാവും, ചിലപ്പം ബേർഡും എന്താണ്, പോളിനേറ്റിംഗ് ഏജന്റ് ആയിരിക്കും. പക്ഷേ ചില പ്ലാന്റ്സിൽ, സെർട്ടൻ പ്ലാന്റ്സിൽ ഒരു ഒറ്റ പോളിനേറ്റിംഗ് ഏജന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ.
4. സോ ആ ഒരു കേസിൽ ആ ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ചിലപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയോ അല്ലെങ്കിൽ അത് ഡെഡ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം, ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന് അവിടെ എന്താണ് പോളിനേഷൻ ഒന്നും നടക്കുന്നില്ല. കാരണം അത് ഒറ്റ പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഡിപ്പെൻഡ് ഇരിക്കുകയാണ്. സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന്റെയും കൂടെ എക്സ്റ്റിങ്ഷൻ അവിടെ നടക്കും. കാരണം എന്താണ്, അടുത്ത ജനറേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. പോളിനേഷൻ നടന്നാലേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. സോ അങ്ങനെ ആ ഒരു പ്രോസസ്സ്, ആ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഈ ഒരു പോളിനേഷൻ ആണ് ആദ്യം നടക്കേണ്ടത്. സോ ആ പോളിനേഷൻ നടന്നിട്ടില്ലെങ്കിൽ, ആ പോളിനേറ്റിംഗ് ഏജന്റ് കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പോളിനേഷനോ അല്ലെങ്കിൽ റീപ്രൊഡക്ഷനോ ഒന്നും നടക്കുന്നില്ല. സോ ആ പെർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ കംപ്ലീറ്റ്ലി നാശം സംഭവിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇനി മെയിൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് പാർട്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം. അതിന്റെ സിംഗിൾ യൂണിറ്റ്സിന് നമ്മൾ സ്റ്റേമൻ എന്നാണ് പറയുന്നത്. സോ ആൻഡ്രീഷ്യത്തിന് 2 പാർട്ടാണ് ഉള്ളത്. ഒന്ന് ഫിലമെന്റസ് ആയിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ, ഇതിനെയാണ് നമ്മൾ ഫിലമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ മേലെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ആന്തർ എന്നുള്ള സ്ട്രക്ചർ ഉണ്ട്. ലോബായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു അറകൾ പോലെ കാണുന്നതാണ് ഈ ആന്തർ. ഈ ആന്തറിന്റെ ഉള്ളിലാണ് ആരുള്ളത്, പോളൻ ഗ്രെയിൻസ് ഉള്ളത്. ഇതാണ് എന്ത്, ആന്തർ. ഓക്കെ, ആൻഡ്രീഷ്യം. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. സോ ഫസ്റ്റ്ലി ഇവിടെ സ്റ്റിഗ്മയാണ് എന്താണ് ഇവിടെ ഫസ്റ്റ് പാർട്ട്, അതായത് ഏറ്റവും റിസെപ്റ്റീവ് ആയിട്ട് അത് പോളൻ ഗ്രെയിൻസ് വന്ന് എത്തുന്ന ഭാഗമാണ് സ്റ്റിഗ്മ. ദെൻ അത് കഴിഞ്ഞിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ ആണ് സ്റ്റൈൽ, അതിന്റെ അടുത്ത പാർട്ടാണ്. ആൻഡ് ദ തേർഡ് പാർട്ട് ഇസ് ഓവറി. ഈ ഓവറിക്ക് ഉള്ളില് ഒവ്യൂൾസ് ഉണ്ട്, അതായത് എഗ്സ് ഉണ്ട്. ഈ എഗ്സുമായിട്ടാണ് മെയിൽ ഗാമെറ്റ്സ് എന്ത് ചെയ്യുന്നത്, ഫ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. സോ ആൻഡ്രീഷ്യത്തിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് ഫിലമെന്റ് ആൻഡ് അനദർ വൺ ഇസ് ആന്തർ, ലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഈ ആന്തറിന്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് ആണ് ഉള്ളത്, വിച്ച് ഇസ് എ മെയിൽ ഗാമെറ്റ്സ്. ഓക്കെ, ദെൻ ഗൈനീഷ്യത്തിന് 3 പാർട്ടാണ് ഉള്ളത്. വൺ ഇസ് സ്റ്റിഗ്മ, റിസെപ്റ്റീവ് ആയിട്ടുള്ള പോർഷൻ. സെക്കൻഡ് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് കിടക്കുന്ന സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ, സ്റ്റൈൽ. ആൻഡ് തേർഡ് ഇസ് ഓവറി. ഓവറിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, ഒവ്യൂൾ ഉള്ളത്, വിച്ച് ഇസ് ഫീമെയിൽ ഗാമേറ്റ്സ്. സോ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് എന്താണ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു.